അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് തനി നാടൻ രീതിയിലുള്ള ബീഫ് ഫ്രൈ എങ്ങനെ തയ്യാറാക്കാമെന്നാണ്. ആദ്യം ബീഫ് വേവിക്കാനായിട്ട് അതിലേക്ക് നമ്മൾ അല്പം ഉപ്പ് ഇട്ട് കൊടുത്തു. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂൺ ആഡ് ചെയ്തു. മല്ലിപ്പൊടി ഒരു 2-2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. അതിലേക്ക് അല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അല്പം കുരുമുളക് പൊടി, അല്പം പെരുംജീരകത്തിൻ്റെ പൊടി, കുറച്ച് ഗരം മസാല ഇട്ടിട്ട് നമ്മൾ കുറച്ച് സവോളയും സ്ലൈസ് ചെയ്തത്, കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. കറിവേപ്പില ആഡ് ചെയ്തു. ഇനി നമ്മളതിനെ മസാല എല്ലാം ചേർത്ത് നല്ല രീതിയിൽ ആഡ് ചെയ്യാണ്. ഇത് നമ്മളൊരു കുക്കറിൽ ഒരു 3 വിസിലടിച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ബീഫ് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. നമ്മളിത് ബീഫ് റോസ്റ്റിനുള്ളതിൻ്റെ ഒരു 1/4 ഭാഗം മാത്രമേ നമ്മളിത് ബീഫ് റോസ്റ്റായിട്ട് എടുക്കുന്നുള്ളൂ. അതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ അടച്ചൊരു 3 വിസിലോളം വന്ന് അതൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഒരു പാനിലേക്ക് നമ്മൾ അല്പം കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നു. അത് ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം ഇട്ട് പൊട്ടിച്ച് അതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള കോക്കനട്ട് നമ്മൾ ആഡ് ചെയ്തിട്ട് അതൊന്ന് ബ്രൗൺ കളറായതിനു ശേഷം മാത്രം അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഗാർലിക് ആഡ് ചെയ്യുന്നുണ്ട്. ജൂലിയനായിട്ട് കട്ടി വെച്ചിട്ടുള്ള ജിഞ്ചർ ആഡ് ചെയ്യുന്നുണ്ട്. സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഗ്രീൻ ചില്ലി ആഡ് ചെയ്യുന്നുണ്ട്. അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നല്ല രീതിയിലൊന്ന് വരണ്ടതിന് ശേഷം മാത്രമാണ് അതിലേക്ക് ഒരു 2 സവോള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള അതിലേക്ക് ആഡ് ചെയ്ത് അത് നല്ലോണം നമ്മൾ ഒരിത്തിരി അല്പം ഉപ്പ് ഇട്ടിട്ട് നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ ഒരു സോട്ട് ബ്രൗൺ കളറാക്കി എടുക്കും. അത് നല്ലോണം വരണ്ട് വന്നതിന് ശേഷം മാത്രമാണ് അതിലേക്ക് നമ്മൾ മസാല ആഡ് ചെയ്യുന്നുള്ളൂ. നല്ല രീതിയിൽ അതിനൊന്ന് സോട്ട് ചെയ്തു. അതല്പം ബ്രൗൺ കളറായി വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മളതിലേക്ക് ബീഫ് ഫ്രൈ തയ്യാറാക്കാനായിട്ടുള്ള മസാലകൾ ഓരോന്നായിട്ട് ആഡ് ചെയ്യുകയാണ്. അതിലേക്ക് ആദ്യം നമ്മൾ അല്പം മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. മല്ലിപ്പൊടി 2 ടീസ്പൂൺ മല്ലിപ്പൊടി, അല്പം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുള്ളൂ. 2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി ഇട്ട് നമ്മൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാണ്. ആ ഒരു മസാലയുടെ കുത്തലെല്ലാം പോയതിന് ശേഷം ശരിക്കും നല്ല രീതിയിൽ ഇളക്കി നമ്മൾ അതിൽ സ്റ്റോക്കോട് കൂടിയ ബീഫാണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ ഫുള്ളായിട്ട് ഡ്രൈ ആയിട്ടുള്ള ബീഫല്ല. ആ ബീഫിൻ്റെ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അല്പം പെരുംജീരകത്തിൻ്റെ പൊടി, ജീരകത്തിൻ്റെ പൊടി, അല്പം ഗരം മസാല, ഇത്തിരി സാധനമായിട്ട് നമ്മൾ നല്ല രീതിയിൽ വീണ്ടും ഇളക്കി നല്ല രീതിയിൽ അതിൻ്റെ ഡ്രൈ ആക്കി എടുക്കുകയാണ്. ആ പാനിൽ തന്നെ ഇട്ട് ഒരു ഡാർക്ക് കളറാവുന്ന പോലെ നമ്മൾ മാത്രം ഇട്ട് ഡ്രൈ ആക്കുന്നുണ്ട്. വളരെ സ്ലോ ഫയറിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും നമ്മുടെ ബീഫ് ഫ്രൈ നല്ലോണം വരണ്ടതിന് ശേഷം മാത്രമാണ് നമ്മൾ ആ പാനിൽ നിന്ന് ചേഞ്ച് ചെയ്യുന്നുള്ളൂ. നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. വളരെ പെട്ടെന്ന് തീരുന്നൊരു മെത്തേഡിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും വളരെ സിമ്പിളായിട്ടും പെട്ടെന്ന് തീർക്കാവുന്നൊരു സാധനമാണത്.